ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസവും നമ്മൾ ബറോസിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പം ഓരോ ദിവസവും വീഡിയോ ചെയ്യും, നെക്സ്റ്റ് ഡേ അപ്പം ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിലർ തിയേറ്ററിൽ ഇറങ്ങിയതിനെ പറ്റി സംസാരിച്ചു ഇന്നലെ. അപ്പം അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു നമ്മൾ എത്തുന്നതാ റിലീസിംഗ് ഡേറ്റ് നമ്മുടെ ബറോസിന് നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ. ബട്ട് ഡിസംബറിൽ ആണെന്ന് അറിയായിരുന്നു. നമ്മൾ ഒരു ഡേറ്റ് വിചാരിച്ചു വെച്ചിരുന്നു മനസ്സിൽ. എന്നാൽ പോലും ബറോസിന്റെ റിലീസിംഗ് ഡേറ്റ് ഇന്ന് അവര് പുറത്തുവിട്ടിരിക്കുകയാണ്. അതും അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോ ചെയ്യാൻ കൂടി കാരണം എന്താ വെച്ചാൽ, ഒരു നമ്മൾ സാധാരണ ഒരു റിലീസിംഗ് ഡേറ്റ് ഒരു പോസ്റ്ററിൽ എഴുതി നമ്മൾ റിലീസ് ചെയ്യുന്ന പോലെയല്ല ഈ പ്രാവശ്യം. അത് വളരെ കുറച്ച് എന്താ പറയാ, കുറച്ച് നല്ല രീതിയിൽ അതിനൊരു എന്താ പറയാ, നമ്മുടെ ഡയറക്ടർ ഫാസിൽ, അതായത് ലാലേട്ടന്റെ ഗുരുനാഥന് ഗുരുതുല്യം എന്ന് പറയാം. ലാലേട്ടനെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ സിനിമയിലെ ഡയറക്ടർ, നമുക്ക് അങ്ങനെ തന്നെ പറയാം ഒഫീഷ്യലി, അല്ലേ? സോ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളില് 1980. ഓക്കെ. സോ ഫാസിൽ സാറിന്റെ എനിക്ക് തോന്നുന്നു ആശീർവാദിന്റെ യൂട്യൂബ് ചാനലിൽ വന്ന ഒരു 5-4 മിനിറ്റ് ക്ലിപ്പില് അദ്ദേഹം ഇരുന്ന് സംസാരിക്കുകയാണ് ലാലേട്ടനെ പറ്റിയിട്ട്. അതായത് ലാലേട്ടൻ വിളിച്ചു, അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ലാലേട്ടൻ വിളിച്ചു പറഞ്ഞു, ചോദിച്ചു ഫാസിൽ സാറോട്, എന്റെ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് ഒന്ന് പച്ചിക്കാന്നാണ് അവർ വിളിക്കുക, ഒന്ന് റിലീസ് ചെയ്യുമോ, അതിനെപ്പറ്റി സംസാരിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പം, അപ്പം ഇതിൽ വേറൊരു സംഭവം ഉണ്ട്. അതായത് എന്താ പറയാ, അവരെല്ലാവരും അതായത് നമ്മൾ അറിയാതെ, പ്രതീക്ഷിക്കാതെ, ആകസ്മികമായി എന്നാണ് അവർ പറഞ്ഞത്. അവര് പ്രതീക്ഷിച്ചില്ല, കോയിൻസിഡൻസ്ലി സംഭവിച്ച ഒരു കാര്യം. അപ്പം ആ ഡേറ്റ് ലാലേട്ടൻ ഫാസിൽ സാറോട് പറഞ്ഞു, ഇന്ന ഡേറ്റ് ആണ് ബറോസ് റിലീസ് ആവുന്നത്. അപ്പം ഫാസിൽ സാർ പെട്ടെന്ന് ഓർത്തെടുത്തൊരു കാര്യം പറയുന്നു. അത് കേട്ടിട്ട് ലാലേട്ടൻ ഞെട്ടുന്നു. ലാലേട്ടൻ അങ്ങനെ ആന്റണി പെരുമ്പാവൂരോട് പറയുന്നു. അങ്ങനെ അതായത് ഫാസിൽ സാർ ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത് ആ വീഡിയോയിൽ. നല്ല രസമുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ കേൾക്കാൻ, അദ്ദേഹത്തിന്റെ ആ റെൻഡറിങ് കാണാനൊക്കെ നല്ല രസമുണ്ട് കേൾക്കാനൊക്കെ. സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബറോസ് ഡിസംബർ 25 റിലീസ് ആവാണ്. ഓക്കെ, നമ്മൾ ഡിസംബർ 20 നോക്കിയായിരുന്നു വിചാരിച്ചത്. പക്ഷെ എന്തായാലും ക്രിസ്മസ് റിലീസായിട്ട് ഡിസംബർ 25 ബറോസ് തിയേറ്ററിൽ എത്തുന്നു. ഒറ്റ മാസം, അടുത്ത മാസം ബറോസ് റിലീസ് ആവാണ്. അപ്പൊ ഡിസംബർ 25 എന്ന തീയതിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതിനെക്കുറിച്ചാണ് ഫാസിൽ സാർ നമ്മൾ സംസാരിച്ചത്. വേറൊന്നുമല്ല, ലാലേട്ടന്റെ ആദ്യത്തെ നമ്മളെല്ലാരും കണ്ട സിനിമ, അല്ലെങ്കിൽ ലാലേട്ടൻ മലയാളത്തിലേക്ക് വന്ന ആദ്യത്തെ സിനിമയായ മഞ്ഞിലൊരിഞ്ഞ പൂക്കള് ഇതേപോലൊരു ഡിസംബർ 25 1980 റിലീസ് ചെയ്തത്. ലാലേട്ടൻ അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല, അതൊന്നും അവർ മനസ്സിൽ കണ്ടിട്ടില്ല. ഈ തീയതി ഫിക്സ് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം കുറെ വർഷങ്ങളായി നമ്മൾ ഈ റിലീസ് ഡേറ്റ് പറഞ്ഞ് നടക്കുന്നത്. ഓക്കെ, പക്ഷെ അത് അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒക്കെ അത് മാത്രമല്ല, നമ്മുടെ മഞ്ഞിലൊരിഞ്ഞ പൂക്കൾ മാത്രമല്ല, വേറൊരു ലാലേട്ടന്റെ ഹിറ്റായ അവർ തമ്മിലുള്ള ബന്ധം, അത് ഫാസിൽ സാറിന്റെ അടുത്ത് വേറൊരു സിനിമ മണിച്ചിത്രത്താഴ് 1993 ഇതേപോലെ ഡിസംബർ 25 റിലീസ് ചെയ്തത്. സോ അത് മൂപ്പര് കുറച്ച് ഇമോഷണൽ, അതിന്റെ ഒരു കോയിൻസിഡൻസി സംഭവിച്ചത് കൊണ്ട് അതിന്റെ ഒരു അവർ അതിനെപ്പറ്റി ഇമാജിൻ ചെയ്തില്ല ലാലേട്ടനൊന്നും. ഒരു ഡേറ്റ് ഫിക്സ് ചെയ്താണ് അങ്ങനെ. സോ അതിനെക്കുറിച്ച് ഭയങ്കര രസകരമായിട്ട് സംസാരിച്ചിട്ട് ബറോസിന്റെ റിലീസ് ഡേറ്റ് അങ്ങോട്ട് മൂപ്പര് പറയാ ചെയ്തത്. ഡിസംബർ 25 2024 ബറോസ് റിലീസ് ആകുന്നു. ഓക്കെ. സോ ആ റിലീസിംഗ് വീഡിയോ തന്നെ കുറച്ച് രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, വെറൈറ്റി ആയിട്ട് തോന്നി, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഓക്കെ. സോ അപ്പം ഇനി വേറെ എന്താ പറയാനുള്ളത്, എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല. നമ്മളിപ്പം ഓൾറെഡി നമ്മളെ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞതാണ്, വരാനായി, റിലീസ് ആവാൻ പോകുന്നു. ട്രെയിലർ തിയേറ്ററിൽ വന്നു. ഇനി ട്രെയിലർ കാണാൻ പോകണം. അതിന് ട്രെയിലർ വരും. ഇനി നമ്മളെ യൂട്യൂബിൽ ട്രെയിലർ വരും. ഇനിയിപ്പം ഉടനെ പലതും നമുക്ക് എന്താ പറയാ പ്രതീക്ഷിക്കാം. ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ മൊത്തം നിറഞ്ഞു കളിക്കാൻ പോകുന്നത് ഇനി ബറോസ് തന്നെ ആയിരിക്കും ഒരു മാസത്തേക്ക്. ഓക്കെ, കാരണം എന്തായാലും ഒഫീഷ്യലി റിലീസ് ഡേറ്റ് നമുക്കറിയാം, ഡിസംബർ 25 ക്രിസ്മസ് റിലീസായിട്ട് തന്നെ ബറോസ് വരികയാണ്. സോ അപ്പൊ ആ ഒരു ഇത് കഴിഞ്ഞ് ഇനി ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല, നമുക്ക് ഉറപ്പിക്കാം, വിശ്വസിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കുറച്ചും കൂടി സംസാരിച്ചിരുന്നു ഇതിനെ പറ്റിയിട്ട്. അപ്പൊ അത് തന്നെ എനിക്കും പറയാനുള്ളത്, നമ്മൾ എന്താ പറയാ, ഒരു ഫാന്റസി സിനിമ കാണാൻ പോകുന്ന പ്രതീക്ഷയില്, ഒരു കുട്ടികളുടെ സിനിമ കാണാൻ പോകുന്ന പ്രതീക്ഷയില് നമ്മൾ ഈ സിനിമ പോയി കാണാം. കാരണം നമുക്ക് ഓൾറെഡി ഇതിനെപ്പറ്റി അറിയാം, എല്ലാം അറിയാം, എന്താണ് കഥ എന്നറിയാം. നിങ്ങൾക്ക് ഇത്ര ചിന്തിച്ചാൽ മതി. ഇപ്പം കിഷ്കിന്ദ കാന്ഡം അല്ലെങ്കിൽ ദൃശ്യം അങ്ങനത്തെ പോലെ സിനിമകൾ ഇപ്പൊ ഇന്റർവ്യൂവിനോട് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ നമുക്ക് ആ സിനിമയെ പറ്റി ഒന്നും അറിയില്ല, കഥ ഒന്നും അറിയില്ല. കാരണം എന്താന്ന്, ആ
ആ സിനിമ ഡയറക്ടർക്കും ക്രൂവിനും എല്ലാവർക്കും അറിയാം അതാണ് അതിന്റെ സർപ്രൈസ്, അതാണ് സംഭവം. അപ്പൊ അവര് അതൊന്നും പുറത്ത് പറയില്ല ഒരിക്കലും. ഓക്കെ, കാരണം അതിന്റെ കഥയ്ക്കും തിരക്കഥയ്ക്കും അതിന്റെ പ്രാധാന്യം കൂടുതൽ എന്ന് അവർക്കും അറിയാലോ. എന്നാൽ ഈ ബറോസ് പോലത്തെ ഒരു സിനിമയ്ക്കോ, ഇങ്ങനെ കുറെ, ഈ ബറോസ് മാത്രമല്ല ഒരുപാട് സിനിമകൾ ഉണ്ടാകാം. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ പറയാം, ഈ അണിയറ പ്രവർത്തകർ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് വ്യക്തമായിട്ട് അതിന്റെ ഇത് തരുന്നുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അവര്. അങ്ങനെ സംസാരിക്കണം, അങ്ങനെ സംസാരിക്കണം. അല്ലെങ്കിൽ അല്ലാതെ ചെയ്യുന്നതൊക്കെ പല മണ്ടത്തരങ്ങളും പിന്നീട് റിലീസ് ആയതിനു ശേഷം തെറ്റിദ്ധരിപ്പിക്കലൊക്കെ വീണ്ടും അത് അവർക്ക് തന്നെ ഒരു ഇത് വിനയായിട്ട് മാറും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത്. സോ ബറോസിൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് 3D സിനിമയാണ്. ഓക്കെ, ഓഫ്കോഴ്സ് നമുക്കറിയാം. പിന്നെ ഒരു നിധി കാക്കുന്ന ഭൂതം, സോ അത് ഫാന്റസിയാണ്, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. സോ ഒരു ഒരു ഡിസ്നിയുടെ ഒരു ആനിമേഷൻ ചിത്രം കാണാൻ പോകുന്ന പോലെയോ, ഒരു എന്താ പറയാ, അല്ലെങ്കിൽ ഒരു ഫാന്റസി സിനിമ കാണാൻ പോകുന്ന മനോഭാവത്തിൽ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടാൽ എനിക്ക് ഭയങ്കര ഉറപ്പാണ് നമുക്ക് ആ പടം ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ സ്ക്രിപ്റ്റോ ഇതിന്റെ കഥ, ഈ സിനിമ കണ്ട് വന്നിറങ്ങി കഴിഞ്ഞിട്ട് ഇതിന്റെ കഥ പോരാ, ഇതിന്റെ സ്ക്രിപ്റ്റ് മോശമാന്നൊക്കെ പറയണതിൽ ഒരു അർത്ഥമില്ല. ഒരു അത്യാവശ്യം മോശമില്ലാത്ത ഒരു കഥയും തിരക്കഥയും ഇതിലുണ്ടെങ്കിൽ, കാരണം ഇന്നത്തെ സിനിമയിൽ ഇപ്പൊ അവതാറിലൊക്കെ എന്ത് കഥയും ഇതുണ്ടിട്ട് നമ്മൾ ആഘോഷിച്ച് നടക്കുന്നത്. എത്ര ഹോളിവുഡ് മൂവീസ്, അല്ലെങ്കിൽ ഇതിൽ ചിന്തിച്ച് നോക്കി, ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ വരുമ്പോൾ മാത്രം പറ്റും. ഹോളിവുഡില് ഒരൊറ്റ കൺസെപ്റ്റിൽ വെച്ചിട്ട് 100 സിനിമകൾ ഇറങ്ങുന്നുണ്ട്, ഒറ്റ കൺസെപ്റ്റില്. ഒരു ക്രൈം ആണെങ്കിലോ, ഒരു സീരിയൽ കില്ലിംഗ് ആണെങ്കിലോ, ഒരു സോംബി, അതായത് അപ്പോകാലിപ്സ് ആണെങ്കിൽ, ഇതൊക്കെ ഒരൊറ്റ കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു 100 സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ട് നമ്മൾ ആഘോഷിച്ച് നമ്മൾ എൻജോയ് ചെയ്യും. പക്ഷെ മലയാളത്തിൽ ഒരൊറ്റ സിനിമേന്റെ ഒരു ചെറിയൊരു ഇതുള്ളത്, നമ്മൾ അടുത്ത സിനിമ വന്നാല് അത് കോപ്പിയടി അല്ലെങ്കിൽ അത് മറ്റേതാന്ന് പറയും. സോ നമ്മളെ മനോഭാവം ഞാൻ പറഞ്ഞത് കേട്ടോ, നമ്മുടെ മനോഭാവം ഒന്ന് മാറ്റിയിട്ട്, ഓക്കെ സി എല്ലാ വർഷവും ഉണ്ട് അതിന്, പക്ഷെ എന്നാൽ പോലും ഇങ്ങനത്തെയൊക്കെ ചില സിനിമകൾ കാണാൻ പോകുമ്പോൾ അതിന്റെ ക്വാളിറ്റി, അത് എത്ര നന്നായിട്ട് 3D ചെയ്തിട്ടുണ്ട്, അത് എങ്ങനെ വന്നിട്ടുണ്ട്, വിഷ്വലി എങ്ങനെ എത്ര ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു അതൊരു ഫീൽ ചെയ്യിക്കാൻ, ആ ഒരു പുതിയ വേൾഡിൽ പോയിട്ട് അത് ഫീൽ ചെയ്യാനുള്ള മനോഭാവത്തിൽ കൂടെ പോയാൽ കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ മൂവികൾ എനിക്ക് തോന്നുന്നു. സോ ഇനി നീട്ടുന്നില്ല, എന്തായാലും ഡിസംബർ 25 നമുക്ക് പോയിട്ട് നമുക്ക് അതിന്റെ റിവ്യൂ ചെയ്യാൻ എന്തായാലും. ഓക്കെ, ഇനി അടുത്ത റിലീസ് എനിക്കൊന്നും ഒരു 2D ട്രെയിലർ എന്തായാലും ഇറങ്ങണ്ടേ, യൂട്യൂബിലേക്ക് വരുന്നത് ഒരു 2D ട്രെയിലർ ആവും എന്തായാലും. സോ അതൊക്കെ ഇറങ്ങിയിട്ട് അതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അപ്ഡേറ്റ് വരുമ്പോൾ വീഡിയോ ചെയ്യാം. ഓക്കെ, ബൈ, അടുത്ത വീഡിയോ കാണാം.